നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൂണിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി 18.78 ബില്യൺ ഡോളറായി കുറഞ്ഞു. യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ വർധന. പുതിയ ആദായ നികുതി ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്ററി കമ്മിറ്റി ബുധനാഴ്ച അംഗീകരിക്കും. ഏപ്രിൽ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നേക്കും. സെപ്റ്റംബറിൽ യുഎസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാൻ സാധ്യത. പണപ്പെരുപ്പവും തൊഴിൽ വിപണിയും നിർണായകം. യുഎസ് കയറ്റുമതി വിപണിയിൽ ഇന്ത്യ മുൻതൂക്കം നേടുമെന്ന് നീതി ആയോഗ്. യുഎസ് താരിഫുകൾ ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചില്ല. ഇന്ത്യ ആഗോള തൊഴിൽ കേന്ദ്രമായി മാറുമെന്ന് ക്രിസിൽ. വയോജനങ്ങളുടെ എണ്ണവും ഡിജിറ്റലൈസേഷനും പ്രതിസന്ധി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 317 പോയിന്റ് ഉയർന്ന് 82,570-ലും നിഫ്റ്റി 113 പോയിന്റ് ഉയർന്ന് 25,195-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ സൺഫാർമ, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിൻസർവ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ് എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികകളിൽ എല്ലാ മേഖലകളും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഫാർമ, ഓട്ടോ, മീഡിയ, PSU ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി സൂചികകൾ 0.5 മുതൽ 1% വരെ നേട്ടമുണ്ടാക്കി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം ഉയർന്നു. ജൂണിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി 18.78 ബില്യൺ ഡോളറായി കുറഞ്ഞു. യുഎസിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു. കഴിഞ്ഞ ജൂണിലെ ഇന്ത്യയുടെ വ്യാപാര കമ്മി മെയ് മാസത്തിലെ 21.88 ബില്യൺ ഡോളറിൽ നിന്ന് 18.78 ബില്യൺ ഡോളറായി കുറഞ്ഞതായി സർക്കാർ കണക്കുകൾ. ഇത് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷകളേക്കാൾ കുറവാണ്. വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും യുഎസിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു. റോയിറ്റേഴ്സ് പോൾ പ്രകാരം ജൂണിലെ വ്യാപാര കമ്മി 22.24 ബില്യൺ ഡോളറായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നു. വാണിജ്യ വ്യാപാര മന്ത്രാലയം നൽകിയ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതി വളർച്ച ജൂണിൽ 35.14 ബില്യൺ ഡോളറായി തുടർന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം ഇത് 35.16 ബില്യൺ ഡോളറായിരുന്നു. ജൂണിൽ ഇന്ത്യയുടെ ഇറക്കുമതി 3.71% കുറഞ്ഞ് 53.92 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 56 ബില്യൺ ഡോളറായിരുന്നു. സേവന കയറ്റുമതി 32.84 ബില്യൺ ഡോളറും ഇറക്കുമതി 17.58 ബില്യൺ ഡോളറുമായി. യുഎസുമായും മറ്റു ആഗോള പങ്കാളികളുമായും നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകൾക്കിടയിലാണ് ഈ ഡാറ്റ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ ആദായ നികുതി ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പാർലമെന്ററി കമ്മിറ്റി നാളെ പരിഗണിക്കും. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ നിർദ്ദിഷ്ട നിയമം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതിയ ആദായ നികുതി ബില്ലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അംഗീകരിക്കുന്നതിനായി ബുധനാഴ്ച പാർലമെന്ററി കമ്മിറ്റി യോഗം ചേരും. അതേസമയം മൺസൂൺ സമ്മേളനത്തിൽ പരിഗണനയ്ക്കും പാസാക്കലിനും വേണ്ടി ആദായ നികുതി ബിൽ പരിഗണിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാർ ശുപാർശകൾ പരിഗണിക്കുകയും ആവശ്യമെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരം തേടുകയും ചെയ്യും. തുടർന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്കും പാസാക്കലിനും ബിൽ അവതരിപ്പിക്കും. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ നിർദ്ദിഷ്ട നിയമം നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ ബജറ്റ് സമ്മേളനത്തിലാണ് ബിൽ അവതരിപ്പിച്ചത്. ഭാഷ ലളിതമാക്കുക, ആവർത്തനം ഇല്ലാതാക്കുക, നികുതിദായകരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും പ്രക്രിയകളും ലളിതമാക്കുക എന്നിവയാണ് പുതിയ ബിൽ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. പുതിയ ബിൽ ഒരിക്കൽ നടപ്പിലാക്കിയാൽ 1961 ആദായ നികുതി നിയമത്തിന് പകരമായിരിക്കും. നിലവിലുള്ള ആദായ നികുതി നിയമം 1961 നടപ്പിലാക്കി 1962 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. 4000-ലധികം ഭേദഗതികളോടെ ഇത് ഏകദേശം 65 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെപ്റ്റംബറിൽ യുഎസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാൻ സാധ്യത. നിരക്ക് കുറയ്ക്കൽ തോത് പണപ്പെരുപ്പത്തെയും തൊഴിൽ വിപണിയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും വിലയിരുത്തൽ. ഈ വർഷാവസാനം വിപണി ചില നിരക്കിളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും താരിഫുകളെയും ധനനയത്തെയും സംബന്ധിച്ച് വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെഡ് ജാഗ്രതയോടെ നീങ്ങാനാണ് സാധ്യതയെന്ന് വിപണി വിലയിരുത്തുന്നു. ആഗോള താരിഫ് പ്രഖ്യാപനങ്ങളെയും ധനകാര്യ സംഭവവികാസങ്ങളെയും കുറിച്ച് ഫെഡറൽ റിസർവ് കൂടുതൽ വ്യക്തതയ്ക്കായി കാത്തിരിക്കുമെന്നാണ് അടുത്തിടെ പുറത്തുവന്ന സാമ്പത്തിക റിപ്പോർട്ടുകൾ പറയുന്നത്. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഫെഡ് പുനരാലോചിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഫെഡ് ഉദ്യോഗസ്ഥർ അവരുടെ സമീപകാല പൊതുപ്രസ്താവനകളിൽ പണപ്പെരുപ്പ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
സമ്പദ്വ്യവസ്ഥ ദുർബലമായാൽ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുമെന്ന സൂചന തന്നെയാണ് ഫെഡ് പ്രകടിപ്പിക്കുന്നത്. ഫെഡ് ഗവർണർമാരായ ക്രിസ്റ്റഫർ വാലറും മേരി ഡാലിയും 2025 അവസാനത്തിൽ നിരക്ക് കുറയ്ക്കലുകൾക്ക് തുറന്ന മനസ്സോടെയുള്ള സമീപനം സ്വീകരിക്കുമെന്ന് സൂചിപ്പിച്ചു. 2 നിരക്കുകൾ കുറയ്ക്കലുകളുടെ സാധ്യതയെക്കുറിച്ച് ഡാലി പരാമർശിച്ചു. ഓഗസ്റ്റ് 1 താരിഫ് സമയപരിധിയെപ്പറ്റിയുള്ള പുതിയ സംഭവവികാസങ്ങൾ വിപണി നിരീക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് വരും മാസങ്ങളിൽ പണപ്പെരുപ്പ പ്രവണതകളെയും ഫെഡിന്റെ നയനിലപാടിനെയും സ്വാധീനിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രായമാകുന്ന ജനസംഖ്യയും ഡിജിറ്റലൈസേഷനും തൊഴിൽ വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇന്ത്യ ആഗോള തൊഴിൽ കേന്ദ്രമായി മാറുമെന്ന് ക്രിസിൽ. ആഗോള തൊഴിൽ വിപണി ദ്രുതഗതിയിലുള്ള പരിവർത്തനത്തിന് വിധേയമാകുന്നതിനാൽ ഇന്ത്യ ഒരു ആഗോള തൊഴിൽ കേന്ദ്രമായി മാറുമെന്ന് ക്രിസിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പറയുന്നു. പല രാജ്യങ്ങളിലും പ്രായമാകുന്ന ജനസംഖ്യയാണുള്ളത്. ബിസിനസ്സുകൾ ഡിജിറ്റലൈസേഷൻ സ്വീകരിക്കുന്നതിനാൽ സമ്പദ്വ്യവസ്ഥകളിൽ ഉടനീളം വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിച്ചുവരികയാണെന്ന് ക്രിസിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വികസിതവും വളർന്നുവരുന്നതുമായ സമ്പദ്വ്യവസ്ഥകളിൽ വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യം കുത്തനെ ഉയരുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ചില രാജ്യങ്ങൾ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള നിരവധി തൊഴിലുടമകൾ വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ത്യ ഒരു ആഗോള തൊഴിൽ കേന്ദ്രമായി മാറാൻ പോകുന്നതായി റിപ്പോർട്ട് പറയുന്നു. ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ജനനനിരക്കിലെ തുടർച്ചയായ കുറവും ആയുർദൈർഘ്യത്തിലെ വർധനവും കാരണം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊഴിൽ ചെയ്യുന്ന ജനസംഖ്യയിൽ പ്രായമായവരുടെ ഉയർന്ന അനുപാതത്തിന് കാരണമായി. ഇത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. 35 വയസ്സിന് താഴെയുള്ള ജനസംഖ്യയുടെ 65% ഇന്ത്യയിലാണ്. മികച്ച തൊഴിലാളികളെ വിതരണം ചെയ്യാനും ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലെ തൊഴിൽ ആവശ്യം പരിഹരിക്കാനും ഇന്ത്യക്ക് കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US കയറ്റുമതി വിപണിയിൽ ഇന്ത്യ മുൻതൂക്കം നേടുമെന്ന് നീതി ആയോഗ്. US താരിഫുകൾ ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചില്ല. താരിഫ് തർക്കങ്ങൾക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതിയിൽ മാറ്റമില്ലെന്ന് നീതി ആയോഗ്. പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങളിലെ ശക്തമായ വളർച്ച അവസരങ്ങളാണ് വ്യാപാര ഡാറ്റ സൂചിപ്പിക്കുന്നതെന്ന് നീതി ആയോഗിന്റെ ത്രൈമാസ വ്യാപാര നിരീക്ഷണം പറയുന്നു. US കയറ്റുമതി വിപണിയിൽ ഇന്ത്യ ഗണ്യമായ മുൻതൂക്കം നേടുമെന്ന് NITI ആയോഗ് പ്രസ്താവിച്ചു. ഇത് പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങളിലെ ശക്തമായ വളർച്ചാ സാധ്യതയും ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനുകൂലമായ വ്യാപാര അന്തരീക്ഷവും എടുത്തു കാണിക്കുന്നു. ഉയർന്ന താരിഫുകൾ നേരിടുന്നെങ്കിലും US വിപണിയിൽ ഇന്ത്യ താരതമ്യേന ശക്തവും മത്സരപരവുമായ സ്ഥാനം നിലനിർത്തുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. നിരവധി നിർണായക മേഖലകളിൽ ചൈനയേക്കാൾ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള കയറ്റുമതികൾ തമ്മിലുള്ള ശരാശരി താരിഫ് വ്യത്യാസം 20.5% താഴെയാണ്. വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും ന്യായവും സന്തുലിതവുമായ വ്യാപാര ബന്ധങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പരസ്പര താരിഫുകൾ ഈ വർഷം ഏപ്രിൽ 2 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യ US-ഉമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9,145 രൂപയും പവന് 73,160 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 7,500 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും ഇന്ന് മാറ്റമുണ്ട്. ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 122 രൂപയിലായിരുന്നു വ്യാപാരം. കേരള വാർത്തകൾ നോക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇതുവരെ 45,000 സ്കൂളുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ഭാരമേറിയ ബാഗുകളുമായി സ്കൂളിലെ ബഹുനില കെട്ടിടം കയറുന്നത് ബുദ്ധിമുട്ടാണെന്ന വിദ്യാർത്ഥിയുടെ കത്ത് പരിഗണിച്ച് ലിഫ്റ്റ് സംവിധാനം സ്കൂളുകളിൽ ഏർപ്പെടുത്തി വരികയാണെന്ന് ചിതറ സർക്കാർ LP സ്കൂളിലെ പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഇതുവരെ 45,000 സ്കൂളുകളിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ഒരുക്കി. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പഠിക്കാൻ വിദ്യാലയങ്ങളിൽ സംവിധാനം ലഭ്യമാക്കി. ജില്ലാടിസ്ഥാനത്തിൽ അധ്യാപകർക്ക് പരിശീലനവും നൽകി. 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിച്ചു. കലാരംഗത്തും കായിക രംഗത്തും മികവ് പുലർത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. സമസ്ത മേഖലയിലും വികസന തുടർച്ച സാധ്യമാക്കുകയാണ് സർക്കാർ എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 42 ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്നു. 7 ലക്ഷത്തോളം പേർക്ക് ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തി. കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി പൊതുജനാരോഗ്യം തുടർന്നും സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ രംഗത്ത്
പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലവും സ്വന്തമായി വാങ്ങി പണവും അനുവദിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഇത്തരം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളിന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു അംഗൻവാടി പുതിയ തരത്തിലുള്ള സ്മാർട്ടെന്നോ പിന്നെ പുതിയ സംവിധാനം അനുസരിച്ചുള്ള അംഗൻവാടി എന്ന് പറയാം, അംഗൻവാടിയുടെ പരിപാടിക്ക് പോയിരുന്നു. അതിനുശേഷം സ്കൂൾ പുതിയ 4.5 കോടി മുടക്കിയിട്ടുള്ള കുഴിത്തറയിലെ 2 സ്കൂൾ ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകുന്നത് നമ്മുടെ കുലശേഖരപുരത്ത് 100 കണക്കിന് വീടുകൾ നൽകുന്ന ലൈഫിൻ്റെ പദ്ധതിക്കാണ്. വ്യത്യസ്തമായ പദ്ധതികളാണ്. ലൈഫ് മിഷൻ മുഖേന സ്വീകരിച്ച 5 ലക്ഷം അപേക്ഷകളിൽ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. CR മഹേഷ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അനുരുദ്ധൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ്, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മൈഫിൻ TV തിരുവനന്തപുരം. കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാരം എന്ന സാധാരണക്കാരന്റെ സ്വപ്നം KSRTCയിലൂടെ പൂവണിയുന്നു. 6 മാസത്തിനുള്ളിൽ കൊല്ലം ജില്ലയിൽ മാത്രം ബഡ്ജറ്റ് ടൂറിസം സെൽ കൊയ്തത് 1.5 കോടിയിലേറെ രൂപയുടെ വരുമാന നേട്ടമാണ്. 9 ഡിപ്പോകളിൽ നിന്നുമായി പ്രതിമാസ ശരാശരി വരുമാനം 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെ രൂപയും. കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ചടയമംഗലം, പത്തനാപുരം ഡിപ്പോകളാണ് യാത്രകളിൽ മുന്നിലുള്ളത്. 2022 ജനുവരി 10 റോസ്മലയിലേക്കായിരുന്നു ആദ്യ യാത്ര. ഗവി, മൂന്നാർ, പാലക്കാട് എന്നിവയ്ക്കാണ് തിരക്കേറെയുള്ളത്. നെഫർട്ടിറ്റി, കപ്പൽ യാത്ര, ഓക്സി വാലി, സൈലന്റ് വാലി, പൊലിയംതുരുത്ത്, വയനാട്, മൂകാംബിക എന്നിവയാണ് കൂടുതൽ വരുമാനമെത്തിക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്നുമുള്ള വിനോദയാത്രകൾക്ക് പുറമെ തീർത്ഥാടന യാത്രകളുമുണ്ട്. മൂകാംബിക, കൊട്ടിയൂർ, മലപ്പുറത്തെ മഹാക്ഷേത്രങ്ങൾ, തൃശൂർ നാലമ്പലങ്ങൾ, ഗുരുവായൂർ, തിരുവൈരാണിക്കുളം, മധ്യകേരളത്തിലെ ശിവക്ഷേത്രങ്ങൾ, സരസ്വതി ക്ഷേത്രങ്ങൾ, കോട്ടയം നാലമ്പലം, പത്തനംതിട്ടയിലെ ക്ഷേത്രങ്ങൾ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, പന്തളം ഉൾപ്പെടുന്ന അയ്യപ്പക്ഷേത്രങ്ങൾ, ആഴിമല, ചെങ്കൽ, പൗർണമിക്കാവ്, മണ്ടയ്ക്കാട്, കന്യാകുമാരി, കൃപാസനം, അൽഫോൻസാമ തീർത്ഥാടനം എന്നിങ്ങനെ സീസൺ യാത്രകളും പതിവായുണ്ട്. അന്തർ സംസ്ഥാന യാത്രകളായ മൂകാംബിക, കന്യാകുമാരി എന്നിവയാണ് സ്ഥിരം ചാർട്ടിൽ. ശബരിമല സീസണിൽ തഞ്ചാവൂർ, മധുര, വേളാങ്കണ്ണി സർവീസുകളുമുണ്ടാകും. നെഫർട്ടിറ്റി, കപ്പൽ യാത്ര, കുമരകം ബോട്ട് യാത്ര എന്നീ ട്രിപ്പുകൾ AC ബസ്സുകളിലാണ്. ദീർഘദൂര ട്രിപ്പുകളെല്ലാം ഡീലക്സ് സെമി സ്ലീപ്പറുകളിലും. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് AC ബസ്സിൽ യാത്ര ക്രമീകരിക്കാറുമുണ്ട്. ഗവി, റോസ്മല, പൊന്മുടി, മൂന്നാർ, മലക്കപ്പാറ യാത്രകൾ വനം, ടൂറിസം വകുപ്പുകളുമായി സഹകരിച്ചാണ് നടത്തുന്നത്. മൈഫിൻ TV തിരുവനന്തപുരം. കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ വിവിധ പദ്ധതികൾക്കായി സംസ്ഥാന സർക്കാർ 7 കോടിയിലധികം രൂപ അനുവദിച്ചു. ആർട്ടിഫെസ്റ്റ്, സംരംഭകരുടെ സംഗമം, ഹോം സ്റ്റേ, ടൂറിസം മീറ്റിനും തുക അനുവദിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം മിഷന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന വിവിധ യൂണിറ്റുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, സംരംഭകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർട്ടിഫെസ്റ്റും രജിസ്റ്റേർഡ് യൂണിറ്റുകളുടെ സംഗമവും പ്രചാരണ വിപണനമേളയും നടത്തുന്നതിനായി 2,85,82,000 രൂപ അനുവദിച്ചു. കേരള ഹോം സ്റ്റേ ആൻഡ് റൂറൽ ടൂറിസം മിഷന് 1 കോടി, റെസ്പോൺസിബിൾ റെസിലിയൻ ടൂറിസം ഡെസ്റ്റിനേഷൻസിന് 1,57,500,000 ലക്ഷവും, പങ്കാളിത്ത ടൂറിസം വികസന പദ്ധതിക്കായി 93 ലക്ഷം, മൂന്നാർ നെറ്റ് സീറോ ടൂറിസം ഡെസ്റ്റിനേഷനായി 50 ലക്ഷം, മുണ്ടക്കൈ ചൂരൽമല RT തൊഴിൽ പരിശീലനത്തിന് 13.5 ലക്ഷം, എക്സ്പീരിയൻസ് എത്നിക് ലോക്കൽ ക്യുസിൻ നെറ്റ്വർക്ക്, കേരള അഗ്രി ടൂറിസം നെറ്റ്വർക്കിനായി 5 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായുള്ള അനുഭവവേദ്യ ടൂറിസത്തിലൂടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മൈഫിൻ TV തിരുവനന്തപുരം. സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ഉച്ചഭക്ഷണ പദ്ധതി നിർവഹണം നിരീക്ഷിക്കാനായിരുന്നു സന്ദർശനം. ജില്ലയിലെ തീരദേശ മേഖലയിലായിരുന്നു സന്ദർശനം. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി അങ്കണവാടിയിൽ നിന്നുള്ള പോഷകാഹാര വിതരണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയുടെ നിർവഹണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിർവഹണം മാതൃകാപരമായി നടക്കുന്നതായി കമ്മീഷന് ബോധ്യപ്പെട്ടു.
പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. മൈഫിൻ TV, തിരുവനന്തപുരം.